ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, നന്നായിട്ട് അറിയുന്ന കാര്യം. പക്ഷെ ആരും അതിൽ നിന്നും വ്യതിചലിക്കാൻ തയ്യാറല്ല. ഓരോ കാലഘട്ടത്തിനും ഓരോരോ മാറ്റങ്ങൾ വരും. ഈ മാറ്റങ്ങളെ സ്വീകരിക്കാൻ ആരും തയ്യാറല്ല. ചില ആൾക്കാർ ആ പഴയ കാലത്തിനെ മാത്രം ഇറുക്കി പിടിച്ച് മുന്നോട്ട് പോകും. കാലങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളോ അതിനനുസരിച്ചുള്ള വ്യത്യാസമോ അവർക്കറിയേ വേണ്ട. ഏതൊരു വ്യത്യാസവും മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് ബുദ്ധിയും ശക്തിയും യുക്തിയും ഒന്നും വേണ്ട. പക്ഷെ അവരത് അന്വേഷിക്കില്ല, അവർക്കത് വേണ്ട, അവർ കണ്ടുപിടിക്കുകയില്ല. അതേ പക്ഷേ ഈ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും അവർ മുറുകെ പിടിക്കാനും തയ്യാറാണ്. ഇതിൻ്റെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഴയത് വേണ്ട എന്നൊരർത്ഥവും ഇതിനകത്ത് വരുന്നില്ല. അതിനോടൊപ്പം തന്നെ പുതിയ ആചാരങ്ങളും അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കാണ് കാര്യകാരണങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അയ്യോ, അങ്ങനെ ചെയ്താൽ ശരിയാവുമോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ, അത് തെറ്റല്ലേ, ഇത് തെറ്റല്ലേ, ഇത് ശരിയാണോ, ഇത് സംശയങ്ങളുടെ നിഴലിൽ പിടിച്ചു നിന്ന് അവരുടെ ഒരുപാട് ഭാഗ്യങ്ങളാണ് അവർ നഷ്ടപ്പെടുത്തുന്നത്. ഓരോ കാലഘട്ടത്തിനും ഓരോരോ അവതാരങ്ങൾ വരും. ഓരോരോ അവതാരങ്ങളും ഓരോരോ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കും. ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് നേടിയെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. അതിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഈ ഋഷി വര്യന്മാർക്കും സന്യാസിമാർക്കും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന അറിവിൻ്റെ കാര്യത്തിലായാൽ ആ ജ്ഞാനം അവർ വിളമ്പുക തന്നെ ചെയ്യും, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക തന്നെ ചെയ്യും. അതിൽ ശരിയും തെറ്റും കണ്ടുപിടിച്ച് അവരെയും വേദനിപ്പിച്ച് അവരെയും നാടുകടത്തി അവരെയും കത്തിച്ച് ഉപദ്രവിക്കാൻ ഒരാളും മടിക്കാറില്ല. അതിൽ സത്യം ഉണ്ടെങ്കിൽ അത് എടുക്കണം, അതിൽ സത്യമാണ്, നമ്മുടെ അനുഭവത്തിലൂടെ വേണം നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്നൊരു ചിന്ത പോലും ജനങ്ങൾക്കില്ല. അവരാകെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ ഇന്നത്തെ സമൂഹത്തിന് ഒരു മടിയുമില്ല. അവർ ബുദ്ധിമാന്മാരാണ്, ബുദ്ധിശക്തിയിൽ അവർ ഉന്നതരാണ്, ഇന്ന കാര്യങ്ങൾക്ക് മാത്രമേ സംഭവിക്കൂ, ഇന്നത് മാത്രമേ നടക്കൂ എന്നവർ മിഥ്യാധാരണയിൽ പോകാൻ അവർക്കൊരു മടിയുമില്ല. ഈ പ്രപഞ്ച ശക്തികളിൽ തന്നെ കോടാനുകോടി അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ എങ്ങനെ എടുക്കണമെന്നും ആ രീതി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ശാസ്ത്രജ്ഞന്മാർക്ക് തെളിവിലൂടെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈശ്വര ശക്തികൾക്ക് അനുഭവത്തിലൂടെ ശരിയാക്കാൻ പറ്റും. ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടുന്ന ഈ അറിവ് അവർ തെളിയിക്കുമ്പോൾ അത് തെളിവായി മാറും. പക്ഷേ ശക്തികൾക്ക് കിട്ടുന്നത് അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ തെളിയിക്കാനും കഴിയും, അനുഭവത്തിലൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തതും ഉണ്ടാകും. രണ്ട് തരമുണ്ട് ഇതിൽ. ആ ശാസ്ത്രത്തിൽ ഒരു തരമേ ഉള്ളൂ, തെളിവ് മാത്രം. ഇതിൽ തെളിവുമുണ്ട് അനുഭവവും ഉണ്ട്. അപ്പോൾ ഏതാണ് എടുക്കേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും മനുഷ്യർക്കുണ്ട്. അവരത് എടുക്കുന്നതിനനുസരിച്ച് മാത്രമേ മാറ്റങ്ങൾ വരികയുള്ളൂ. അവർക്കുള്ള മാറ്റങ്ങൾക്കനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നേടിയെടുക്കുമ്പോൾ ഇത് 100% സത്യമാണെന്ന് അവർക്ക് തന്നെ ഉറപ്പിക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും മനുഷ്യർക്ക് തെളിവായി കൊടുക്കാൻ ഒന്നുമേ കാണൂല. അനുഭവിച്ചറിയാനും അനുഭവത്തിലൂടെ എടുക്കാനും അനുഭവമാണ് ഏറ്റവും വലുതാണ് എന്ന് ബോധ്യപ്പെടുത്താനുമുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. ഇത് ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ളത് മാത്രമേ മനുഷ്യർക്കുള്ളൂ. ഇതിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് ഇത് സത്യമാണെന്നും ഇത് അംഗീകരിക്കാനും പറ്റുന്നത്. ഇതിൻ്റെ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ആരുടെ അനുഭവവും മോശമല്ല, എല്ലാവരുടെ അനുഭവവും വളരെ വലുതാണ്. ഈ അനുഭവത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത്. 15 വർഷത്തിലേറെയായി അനുഭവത്തിനെ ഇറുക്കി പിടിക്കുക എന്ന് പറയാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഈ മഹാനുഭവങ്ങൾ കിട്ടും, അത്ഭുതങ്ങൾ കിട്ടും.
എല്ലാ ഭാഗ്യവും നേടിയെടുക്കാനും കഴിയും. ഒരാൾക്ക് കിട്ടിയത് തന്നെ മറ്റുള്ള ഒരാൾക്ക് കിട്ടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിൻ്റെ അളവുകൾക്കനുസരിച്ചായിരിക്കും കിട്ടുന്നത്, അനുസരണയുടെ ആഴം അനുസരിച്ചായിരിക്കും കിട്ടുന്നത്. ഭഗവാൻ എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. എടുക്കാൻ പഠിക്കണം, എടുക്കാൻ മനസ്സിലാക്കി അത് എടുക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം, കിട്ടുന്ന അനുഭവത്തെ കാത്തു സൂക്ഷിക്കണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ ഭഗവാൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ മഹാഭാഗ്യം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്, ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെടുത്താതിരിക്കാനും നമ്മൾ നോക്കണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ.